നടൻ കൃഷ്ണകുമാറും മകള് ദിയയും തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന് പോയി. അവരുടെ മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ 3 പെൺകുട്ടികളെ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നുള്ള പരാതിയിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിന് കൗണ്ടറായിട്ട് ആ പെൺകുട്ടികൾ കൃഷ്ണകുമാറും മകൾ ദിയയും അവരെ തട്ടിക്കൊണ്ടുപോയി അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു കേസ് കൂടെ കൊടുത്തു. അതിന് കൗണ്ടർ കേസും മ്യൂസിയം പോലീസ് എടുക്കുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളുണ്ടായി. കാരണം ഒരാളുടെ സ്ഥാപനത്തിൽ നിന്ന്, കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ മോഷണം നടത്തി കൊണ്ടുപോയി എന്നൊരു പരാതി ലഭിച്ചപ്പോൾ അതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. ആ പോലീസ് കേസെടുത്തു മ്യൂസിയം. പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ അതിനും ഒരു കേസ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തു. അത് കേരളത്തിൽ വളരെ ചുരുക്കമാണ്. അതിനകത്ത് പോലീസിന് തെറ്റുപറ്റിയെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും തനിക്കെതിരായിട്ടൊരു കേസ് വാദിയായ തൻ്റെ മകള് അവളുടെ സ്ഥാപനത്തിൽ നിന്ന് പൈസ അവർ തങ്ങൾക്കെതിരായി ഒരു കേസ് കൊടുത്തപ്പോൾ ആ കേസിന് മുൻകൂർ ജാമ്യത്തിന് ആദ്യം തന്നെ കൃഷ്ണകുമാറും മകൾ ദിയയും തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ പോയി. പക്ഷേ ഇത് വളരെ വിവാദമായതോടെ ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഉത്തരവുണ്ടായി. അതുകൊണ്ട് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. ക്രൈംബ്രാഞ്ച് ഈ കേസിനകത്ത് കൃഷ്ണകുമാറിനും അതുപോലെ മകൾക്കും ജാമ്യം കൊടുക്കണമോ ഇല്ലയോ എന്ന് കോടതി ചോദിച്ചു. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് നീട്ടിപ്പോയി. ഏതായാലും ഇന്ന് വരെ അവർക്ക് 2 പേർക്കും എതിരായിട്ടൊരു തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോടതിയിലെ അവർക്ക് ജാമ്യം കൊടുക്കണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കോടതി നിശ്ചയിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് ജാമ്യം കൊടുക്കേണ്ട ഒരു ആവശ്യം കോടതിക്കില്ല. കോടതി എന്തായാലും അത് കുറച്ച് ദിവസം കൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചിൽ ചെന്നു എന്നറിഞ്ഞപ്പം മുതൽ മുൻകൂർ ജാമ്യത്തിൻ്റെ കാര്യം കോടതി മാറ്റിവെച്ചുകൊണ്ടിരുന്നു. കൃത്യമായ ഒരു റിപ്പോർട്ട് കോടതി മുമ്പാകെ ലോക്കൽ പോലീസ് കൊടുത്തില്ല, ക്രൈംബ്രാഞ്ചും കൊടുത്തിട്ടില്ല. ഇപ്പോഴേ വരുന്ന വാർത്തകളനുസരിച്ച് അവരുടെ പേരിലുള്ള കുറ്റം അത് വ്യാജമായ ഒരു കുറ്റാരോപണമാണ് എന്ന് ഇപ്പം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതി ജാമ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് മുൻകൂർ ജാമ്യത്തിന് അവർ കോടതിയെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യും. കോടതിന് മുമ്പാകിൽ ഇവർ കുറ്റം ചെയ്തതായിട്ട് വെളിവായിട്ടില്ലെങ്കിൽ, അങ്ങനെ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഇവരെ അപേക്ഷ കോടതിക്ക് തള്ളാം. ഒരു ഡയറക്ഷൻ കൊടുക്കാം CRPC അനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ BNSS വെച്ചിട്ട് 41 പഴയ CRPC അനുസരിച്ച് ഒരു ഡയറക്ഷൻ കൊടുത്ത് പോലീസ് ക്രൈംബ്രാഞ്ച് എപ്പം വിളിച്ചാലും അവിടെ ഹാജരാകണമെന്നുള്ള ഒരു ഡയറക്ഷൻ മാത്രം. അവർക്ക് ജാമ്യം ബോണ്ട് വേണ്ട, കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കണ്ട, അങ്ങനെ ഒരു ഉത്തരവും വേണ്ട. കാരണം കുറ്റം ചെയ്തെന്ന് ഇതുവരെ ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ അവർക്കൊരു ഡയറക്ഷൻ മാത്രം കോടതി കൊടുക്കുക. ആസാൻ വെൻ ദേ റിക്വയർ ദെയർ പ്രസൻസ്, അന്നേരം മാത്രം എപ്പോഴാണ് അവരുടെ സാന്നിധ്യം ആവശ്യമെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്ന സമയത്ത് അവിടെ ഹാജരാകാം. അത് ഏതായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ജാമ്യം കോടതി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ കുറ്റം ചെയ്തെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ബോധിപ്പിക്കാനും പോകുന്നില്ല. അതേസമയത്ത് ആ 3 പെൺകുട്ടികൾ അവർ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നടന്നില്ല. അവരിപ്പോൾ ഒളിവിലാണ്. അവർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ കേസിനകത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടികൾ 69 ലക്ഷം രൂപ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി മോഷ്ടിച്ചു എന്ന് വന്നിരിക്കുന്നത് അവരുടെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ്, 1-ാം പ്രതി വിനീതയുടെ ഭർത്താവ് 4-ാം പ്രതിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോയി. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുകയും ചെയ്തു. കാരണം കുറ്റം ചെയ്ത് പ്രതികൾ 3 പെൺകുട്ടികളാണ്. അവിടുത്തെ അതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തപ്പോൾ ആ ജാമ്യം കൊടുക്കുകയും ചെയ്തു. കാരണം അയാൾ ഈ പണം അവിടുന്ന് മോഷ്ടിച്ചെന്നുള്ള പ്രഥമ ദൃഷ്ടിയ ആരോപണമില്ല. പെൺകുട്ടികൾക്കെതിരെയാണ് ആരോപണം. ഏതായാലും അവർ QR കോഡിലെ ചില മാറ്റങ്ങൾ വരുത്തിയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് 69 ലക്ഷം രൂപ തട്ടി മാറ്റിയത് എന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ എവിഡൻസ് പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. അത് ക്രൈംബ്രാഞ്ചും ആ രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത
കുറവാണ്. അവർ ഇവിടെ ജാമ്യം നിഷേധിച്ചാൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഹൈക്കോടതിയും അത് ഒന്നെങ്കിൽ പോലീസിന് മുമ്പിൽ സറണ്ടർ ചെയ്യാൻ പറയും. സറണ്ടർ ചെയ്ത് പോലീസിൻ്റെ കസ്റ്റഡി പോകേണ്ടി വരും. 69 ലക്ഷം രൂപയുടെ QR കോഡിൽ കൂടെ അവരുടെ അക്കൗണ്ടിലേക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി അത് റിക്കവർ ചെയ്യണം. അതിൽ ബാക്കി ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കേസിൻ്റെ എവിഡൻസിലേക്ക് എടുക്കേണ്ടി വരും. രണ്ടാമത് അവർ QR കോഡിൻ്റെ ആ ചീറ്റിംഗ് അവർ നടത്തിയത് എങ്ങനെയാണെന്ന് അവർ പറയണം. അത് പോലീസ് അവരെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെയാണ് വരുന്നത്. അല്ലെങ്കിൽ അവരെ അറസ്റ്റ് 24 മണിക്കൂറിനകം അവർ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനപ്പുറം ഉള്ള സത്യങ്ങൾ പോലീസിലെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായുള്ള കസ്റ്റഡി പോലീസ് ചോദിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ QR കോഡ് ആര് സൃഷ്ടിച്ചു കൊടുത്തു ഈ ഫേക്കായിട്ട്? അവർക്ക് അതിനുള്ള ടെക്നോളജി അറിയാമോ? ആ പെൺകുട്ടികൾക്ക് അറിയാമോ? അവർ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എളുപ്പമായി. ഇല്ലെന്നുണ്ടെങ്കിൽ ആരാണ് ഇത് പറഞ്ഞു കൊടുത്തത്? ആരാണ് ഈ QR കോഡ് അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തത്? ആ കമ്പനിയുടെ OBYOCയുടെ കമ്പനിയുടെ QR കോഡിൽ നിന്ന് അല്പസ്വല്പം മാറ്റം വരുത്തി ഒരു QR കോഡ് അവർ സ്വന്തമായിട്ടുണ്ടാക്കി അവരുടെ മൊബൈലിൽ സൂക്ഷിച്ചത് എങ്ങനെയാണെന്ന് പോലീസിൻ്റെ അടുത്ത് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ആ പെൺകുട്ടികൾക്ക് ഇതിനകത്ത് മോചനമില്ല. അവരെ അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും. കോടതി റിമാൻഡ് കാലാവധിയും അന്വേഷണവും ഒക്കെ കഴിയുമ്പോൾ ജാമ്യം കൊടുത്തേക്കാം. എങ്കിലും ഈ ചെയ്ത പ്രവൃത്തിയിൽ ശിക്ഷ അനുഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ പെൺകുട്ടികൾ എങ്ങനെ പോയാലും ശരി അവർക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയും കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ കസ്റ്റഡി പോയേ ഒക്കുള്ളൂ. കാരണം റിക്കവറികൾ പലതും ചെയ്യാനുണ്ട്. ഇതിനകത്ത് വേറെ മറ്റ് ആൾക്കാരാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. പെൺകുട്ടികളെ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസിന് കഴിഞ്ഞില്ല. പോലീസ് അവരുടെ വീടുകളിൽ ചെന്നപ്പോൾ അവരവിടുന്ന് മുങ്ങി. അതിനുശേഷം അവരെ പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ചും അവരെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല. അവർ മുൻകൂർ ജാമ്യത്തിന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോടതിയുടെ തീരുമാനം അനുസരിച്ച് മുൻകൂർ ജാമ്യം കൊടുത്തില്ലെങ്കിൽ അവർ വീണ്ടും ഹൈക്കോടതിയിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ആ ഒരു കടമ്പയും കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവരെ പോലീസിൻ്റെ കസ്റ്റഡി ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ താമസം ഈ കാര്യത്തിൽ വേണ്ടി വരും പോലീസിന്. അപ്പോൾ അതുവരെ അന്വേഷണം ഈ രീതിയിൽ തന്നെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ.